ഹീറോ ഓടിയെത്തിയപ്പോഴേക്കും അവന്റെ ഫ്രണ്ട്സിനെ സൂഞ്ചയെ തല്ലി ഒരു ബൈക്കാക്കിയിരുന്നു. അവനെ കണ്ടതും ഞാൻ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നു. നിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. മേ ബി ഞാൻ ലക്കി ആയിരിക്കും. ഞാൻ നിനക്ക് കുറെ ദിവസമായി ഓങ്ങി വെച്ചിട്ട് എന്ന് പറഞ്ഞു. അതിനിടയിൽ ഹീറോ ഒരു പെണ്ണെടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സൂഞ്ചയെ അത് പിടിച്ചു വെച്ച് എന്താ ഇത് വെച്ച് എന്നെ കുത്താൻ പോവാണോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അത് പിടിച്ചു വലിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു. നീയാണോ ഇവരെ രക്ഷിക്കാൻ വന്നതെന്ന് പറഞ്ഞ് പിടിച്ച് താഴെ ഇട്ടു. ഹീറോയെ അടുത്തു നിന്ന് കിട്ടിയ ഒരു ചെടിച്ചട്ടിയിലുള്ള മണ്ണ് വാരി അവന്റെ കണ്ണിലേക്ക് എറിഞ്ഞു. കണ്ണട ഊരി മാറ്റി അതിന്റെ ഫ്രെയിം പൊട്ടിച്ച് അവന്റെ കാലിൽ അങ്ങോട്ട് കുത്തി ഇറക്കി. ആശാൻ വേദന കൊണ്ട് പുളഞ്ഞു. അവന്റെ നടുവിനിട്ട് ചവിട്ടാൻ തുടങ്ങി. പക്ഷെ എത്ര കിട്ടിയാലും പിടിവിടാതെ അവന്റെ കാലിലേക്ക് തന്നെ ആയത്തിൽ അങ്ങോട്ട് അടിച്ചിറക്കി. ഹീറോയുടെ ശരിക്കുള്ള സൈക്കോത്തരം ആ പാവത്തിന് അറിയില്ലല്ലോ. പക്ഷെ സൂഞ്ച വീണ്ടും എഴുന്നേറ്റ് വന്നു. നല്ല കിൻഡൽ ഇടിക്കാൻ തുടങ്ങി. പക്ഷെ ഹീറോ അവന്റെ പരിക്ക് പറ്റിയ കാലിന് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവനെ പിടിച്ചു മാറ്റി തലക്ക് നല്ലൊരു ചവിട്ട് കൊടുത്തു. ആളുടെ തല കറങ്ങുന്നുണ്ടേ. പക്ഷെ ഹീറോ ഒരിക്കലും വിട്ടുകൊടുക്കില്ലല്ലോ. എത്ര പ്രതിസന്ധി വന്നാലും മരിക്കുന്നതുവരേക്കും പോരാടും. നേരെ അവന്റെ തല വെച്ച് തന്നെ കാലിന് ഒരു കുത്തു കൊടുത്തു. പിന്നെ ആകെ ശേഷിയുള്ളത് തലക്കാണ്. അത് വെച്ച് അവനെ ഇടിച്ച് താഴെ ഇട്ടു. രണ്ടുപേരും ഭയങ്കര വീക്കാണ്. ഇതെല്ലാം കണ്ട് ഗോട്ടക്കും സൂഞ്ചയും നെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ സൂഞ്ചയെ വീണിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോക്ക് ഇനി ഒരു അടി പോലും വെക്കാൻ പറ്റില്ല. കറക്റ്റ് സമയത്ത് ബാക്കു അങ്ങോട്ട് ഓടി വന്നു. ഏതൊരവസ്ഥയിലും രക്ഷിക്കാൻ വരുന്ന സുഹോയാണ് അവനക്ക് ഓർമ്മ വന്നത് എന്ന് തോന്നുന്നു. അവന് ബാക്കുവിനെ സുഹോ എന്നാണ് വിളിക്കുന്നത്. കുറച്ച് ദിവസത്തിന് മുമ്പ് ഗോട്ടക്ക് ജൂൺടേക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ കാല് പോലും പൊങ്ങുന്നില്ല. നിന്റെ ബോഡിക്ക് എന്താടാ പ്രശ്നം, നിനക്ക് മസിലൊന്നുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കി. ഇതെല്ലാം ബാക്കുവും ഹീറോവും നോക്കി നിൽക്കുന്നുണ്ട്. ബാക്കു അവന് ഒരാളെ കോച്ച് ചെയ്യാൻ അറിയില്ല, എന്നാൽ നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ എന്ന് പറഞ്ഞു. ബാക്കു ഞാൻ ഒരിക്കലും ഇനി വേറെ ഒരാൾക്കും ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഗോട്ടക്ക് ടേവോണ്ടോ പ്രോ ആയിരുന്നു. അതായത് ഏകദേശം കറാട്ടെ സ്റ്റൈൽ ഫൈറ്റിംഗ് ടെക്നിക്ക്. അവൻ ശരിക്കും അത്ലറ്റ് ആയിരുന്നു. പക്ഷെ അതില്ലാണ്ടായത് തന്നെ ഞാൻ കാരണം കൊണ്ടാണ്. കാരണം സൂഞ്ചെ തന്നെ അവൻ ബാക്കുവിന്റെ കൂടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി കാലിന്റെ മുട്ട് തന്നെ തല്ലി ഒടിച്ചിരുന്നു. ഡോക്ടർ ഇനി അവൻക്ക് അത്ലറ്റിക് ഫ്യൂച്ചർ തന്നെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അവൻക്ക് മത്സരിക്കാൻ പറ്റില്ല. അവന്റെ അമ്മയുടെ കരച്ചില് കണ്ട് ഞാൻ ഗോട്ടക്കിന് അങ്ങനെ ചെയ്തവനെ കൊല്ലാൻ നിന്നതാ. പക്ഷെ തെറ്റല്ല എന്റേതാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെ കൊണ്ട് ഒരാൾക്ക് പ്രശ്നം വരുന്നത് തന്നെ ചിന്തിക്കാൻ കൂടെ വയ്യാത്ത കാര്യമാണ്. ഭയങ്കര ബാഡാണ്. ഒരു ഗിൽറ്റി ഫീലിംഗ് അങ്ങോട്ട് വരും. ഹീറോയെ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രസന്റിൽ അടി കൊണ്ട് ബോധം പോയ ഹീറോയും അവനെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. നീ ഇതിന് പ്രതികാരം ചെയ്യാൻ നിൽക്കരുത്. ഇത് വീണ്ടും ഒരു ലൂപ്പ് പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. ആരുടെയെങ്കിലും മരണത്തിലെ ഇത് അവസാനിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ നാബെഗ്ജിനും ബാക്കുവും ഭയങ്കര ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അവര് തമ്മിലുള്ള പ്രശ്നം എന്തായിരിക്കും കാണാം അടുത്ത പാർട്ടിൽ.